കൊൽക്കത്തയിലെ ജോധ്പൂർ പാർക്കിലുള്ള ആ ചെറിയ ഫ്ളാറ്റിൽ എല്ലാ ദിവസവും രാവിലെ 7 മണിയാകുമ്പോൾ കേൾക്കുന്ന സ്ഥിരം ശബ്ദം റിയ റായിയുടേതായിരുന്നു. ഹൈക്കോടതിയിലെ പ്രശസ്തയും ദാക്ഷിണ്യമില്ലാത്തവളുമായ വക്കീലയായ റിയയുടെ ശബ്ദം കേട്ടാണ് ആ പരിസരത്തുള്ള പലരും ഉണരുന്നത് തന്നെയെന്ന് പറയാം. അന്നും പതിവ് പോലെ റിയയുടെ ഉച്ചത്തിലുള്ള ശബ്ദം ആ മുറിയിൽ മുഴങ്ങിക്കേട്ടു. "അർജുൻ, എന്റെ കോഫി എവിടെയായി? ഇന്ന് സെഷൻസ് കോടതിയിൽ എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വാദമുണ്ട് എന്ന് മറക്കരുത്. ഒട്ടും സമയമില്ല." റിയയുടെ ധൃതി പിടിച്ചുള്ള ആജ്ഞയ്ക്ക് മറുപടിയായി അടുക്കളയിലെ പുകയ്ക്കും മസാല മണങ്ങൾക്കുമിടയിൽ നിന്ന് ശാന്തവും പതുക്കെയുള്ളതുമായ ഒരു ശബ്ദം കേട്ടു. "ഇതാ വരുന്നു റിയ. ഇന്ന് കോഫിയിൽ കുറച്ച് കൂടുതൽ പാല് ചേർത്തിട്ടുണ്ട്. പുറത്ത് നല്ല തണുപ്പാണ്, അതുകൊണ്ട് ഇത് കുടിച്ചാൽ നല്ല ആശ്വാസം തോന്നും." അർജുൻ റായ്, പ്രായം 32 അടുത്തു നിൽക്കുന്നു. അധികം സംസാരിക്കാത്ത തികച്ചും ശാന്തനായ ഒരു മനുഷ്യൻ. അയാളുടെ ഒരു ദിവസത്തെ ജീവിതം കൃത്യമായി നിർവചിക്കപ്പെട്ട ചില കാര്യങ്ങളിൽ ഒതുങ്ങിയിരുന്നു. രാവിലെ നേരത്തെ എഴുന്നേറ്റ് ഭക്ഷണം പാകം ചെയ്യുക, വീട് വൃത്തിയാക്കുക, കയ്യിലൊരു സഞ്ചി തുണിയുമായി ചന്തയിൽ പോയി പച്ചക്കറി വാങ്ങുക, വൈകുന്നേരമാകുമ്പോൾ ബാൽക്കണിയിലെ ആ പഴയ ചാരുകസേരയിലിരുന്ന് വലിയ കട്ടിയുള്ള പുസ്തകങ്ങളിൽ മുഖം പൂഴ്ത്തിയിരിക്കുക. ഇതായിരുന്നു അയാളുടെ ലോകം. നാട്ടുകാരുടെ കണ്ണിൽ അയാൾ വക്കീൽ ഭാര്യയുടെ പണം കൊണ്ട് ജീവിക്കുന്ന ഒരു വെറും ബേക്കർ ഭർത്താവ് മാത്രമായിരുന്നു. റിയ തന്റെ ബ്രീഫ് കേസൊക്കെ അടുക്കി വെച്ച് കോടതിയിലേക്ക് ഇറങ്ങാനൊരുങ്ങുമ്പോൾ ഒരു നിമിഷം തിരിഞ്ഞ അർജുനെ നോക്കി. അർജുൻ അപ്പോഴും പുസ്തകത്തിന്റെ താളുകൾ മറിച്ചുകൊണ്ട് പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു, "ഇന്നും നീ പുറത്തേക്കൊന്നും പോകുന്നില്ലേ റിയ?" അർജുൻ പുസ്തകത്തിന്റെ താളുകൾ മറിച്ചുകൊണ്ട് പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു, "ഇല്ല റിയ, ഈ പുസ്തകം ഇന്ന് വായിച്ചു തീർക്കണം." റിയ ഒരു നിമിഷം അവിടെ നിന്നു. ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് ഒന്നും പറയാതെ അവൾ വേഗത്തിൽ പടികൾ ഇറങ്ങിപ്പോയി. ഈ കാഴ്ചകളെല്ലാം ജനലിന്റെ മറവിൽ നിന്ന് തൊട്ടടുത്ത ഫ്ളാറ്റിലെ സുമിത്രാദേവി കാണുന്നുണ്ടായിരുന്നു. അവരുടെ ചുണ്ടുകളിൽ ഒരു പരിഹാസ ചിരി വിരിഞ്ഞു. വൈകുന്നേരത്തെ ചായക്കടയിലെ ചർച്ചയ്ക്ക് ഇന്ന് നല്ലൊരു വിഷയം കിട്ടി എന്നവർ മനസ്സിൽ കരുതി. പാവം റിയയുടെ വിധിയോർത്തവർക്ക് കഷ്ടം തോന്നി. ഒരു പുരുഷന് ഇങ്ങനെയൊക്കെ ജീവിക്കാൻ എന്ത് നാണമില്ലായ്മ വേണം എന്നവർ ചിന്തിച്ചു. അർജുൻ ഈ വർത്തമാനങ്ങളും പരിഹാസങ്ങളും എല്ലാം അറിയുന്നുണ്ടായിരുന്നു. ആളുകൾ തന്നെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നയാൾക്ക് വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നു. എങ്കിലും അയാളുടെ മുഖത്ത് ഒരു ഭാവവ്യത്യാസവുമില്ലായിരുന്നു. അയാൾ തന്റെ പുസ്തകങ്ങളിലേക്ക് തന്നെ തിരിഞ്ഞു. എന്നാൽ ആ പുസ്തകങ്ങൾ സാധാരണയായി ആളുകൾ വായിക്കുന്നവയായിരുന്നില്ല. നിയമത്തിന്റെ സങ്കീർണമായ വ്യാഖ്യാനങ്ങൾ, തത്വചിന്തയുടെ ആഴത്തിലുള്ള സിദ്ധാന്തങ്ങൾ, മനഃശാസ്ത്രത്തിന്റെ നിഗൂഢമായ വഴികൾ എന്നിവയായിരുന്നു ആ പുസ്തകങ്ങളിലെ ഉള്ളടക്കം. വായിക്കുമ്പോൾ പലപ്പോഴും അയാളുടെ നെറ്റി ചുളിയുമായിരുന്നു. പുറമെ ശാന്തനായി കാണപ്പെടുമ്പോഴും അയാളുടെ മനസ്സിന്റെ ഉള്ളിൽ ഏതോ വലിയ ഒരു കൊടുങ്കാറ്റൊളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. അത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നില്ല. ദിവസങ്ങൾ കടന്നുപോയി. നവംബർ മാസത്തിന്റെ അവസാന വാരമായിരുന്നു അത്. തണുപ്പൽപ്പം കൂടി കനത്തിരുന്നു. റിയ കൊൽക്കത്ത ഹൈക്കോടതിയിലെ ഏറ്റവും വലിയ ഒരു ഹൈ പ്രൊഫൈൽ കേസിന്റെ തിരക്കിലായിരുന്നു. പ്രമുഖ റിയൽ എസ്റ്റേറ്റ് വ്യവസായിയായ സുബോധ് കുണ്ടുവിനെതിരെയുള്ള വലിയ ഒരു ഭൂമി തട്ടിപ്പ് കേസായിരുന്നു അത്. റിയ ആയിരുന്നു ഈ കേസിൽ എതിർഭാഗത്തിനു വേണ്ടി വാദിച്ചിരുന്നത്. കഴിഞ്ഞ 3 മാസമായി ഉറക്കമില്ലാതെ രാത്രികൾ കഴിച്ചുകൂട്ടിയാണ് റിയ ഈ കേസിന്റെ എല്ലാ തെളിവുകളും രേഖകളും ശേഖരിച്ചത്. കേസ് ജയിക്കും എന്നവൾക്ക് 100% ഉറപ്പായിരുന്നു. എന്നാൽ കോടതിയിൽ കാര്യങ്ങൾ പെട്ടെന്ന് മാറിമറിഞ്ഞു. പ്രതിഭാഗത്തിന്റെ പ്രശസ്തനായ വക്കീല് രമൻ ഘോഷാൽ കോടതിയുടെ മധ്യത്തിൽ വലിയൊരു വെടി പൊട്ടിച്ചു. ഈ കേസിൽ റിയ ഹാജരാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട രേഖ, അതായത് യഥാർത്ഥ ആധാരം, റിയ തന്നെ വ്യാജമായി നിർമ്മിച്ചതാണെന്ന് അയാൾ വളരെ ആത്മവിശ്വാസത്തോടെ വാദിച്ചു. തന്റെ വാദത്തെ സാധൂകരിക്കുന്നതിനായി ഒരു ഫോറൻസിക് റിപ്പോർട്ടും അയാൾ കോടതിയിൽ സമർപ്പിച്ചു. ആ റിപ്പോർട്ടിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആധാരത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന മഷിയിൽ കാണപ്പെട്ട രാസവസ്തുക്കൾ അത് അടുത്ത കാലത്ത് മാത്രം നിർമ്മിച്ചതാണെന്ന് തെളിയിക്കുന്നു. കോടതി മുറി ഒന്നടങ്കം നിശബ്ദമായി. ജഡ്ജി അത്ഭുതത്തോടെ റിയയെ നോക്കി. ചുറ്റും ആളുകൾ പരസ്പരം സംസാരിക്കാൻ തുടങ്ങി. റിയ ഭയത്തോടെയും ദേഷ്യത്തോടെയും വിളിച്ചു പറഞ്ഞു, "മൈ ലോർഡ്, ഇത് തികച്ചും അസത്യമാണ്. ഇതൊരു വലിയ ഗൂഢാലോചനയാണ്." എന്നാൽ ജഡ്ജിയുടെ ശബ്ദം വളരെ കർക്കശമായിരുന്നു. "ബാർ കൗൺസിൽ ഈ വിഷയത്തിൽ പൂർണ്ണമായ അന്വേഷണം ആവശ്യപ്പെടുന്നുണ്ട്. താങ്കൾക്കെതിരെ ഔദ്യോഗികമായി പരാതി ലഭിച്ചിരിക്കുന്നു. അടുത്ത വാദം കേൾക്കുന്നതുവരെ ഈ കേസിൽ നിന്ന് താങ്കളെ താൽക്കാലികമായി മാറ്റി നിർത്തുന്നു." റിയയുടെ കാലടിയിൽ മണ്ണൊലിച്ചു പോകുന്നതുപോലെ അവൾക്ക് തോന്നി. ആ വലിയ ജനക്കൂട്ടത്തിന് നടുവിൽ അവൾ ഒരു കല്ലുപോലെ തരിച്ചു നിന്നു.
അവളുടെ ജീവിതത്തിലെ ഏറ്റവും ഇരുണ്ട ദിവസമായിരുന്നു അത്. അന്ന് രാത്രി ജോധ്പൂർ പാർക്കിലെ ഫ്ളാറ്റിലേക്ക് റിയ തിരിച്ചെത്തിയപ്പോൾ വല്ലാത്തൊരു നിശബ്ദത ആ വീടിനെ വിഴുങ്ങിയിരുന്നു. സാധാരണയായി കോടതിയിൽ നിന്ന് വരുമ്പോൾ അവളുടെ മുഖത്ത് കാണാറുള്ള ആ പ്രകമ്പനവും ഗാംഭീര്യവും പൂർണ്ണമായും അസ്തമിച്ചിരുന്നു. മുൻപെങ്ങുമില്ലാത്ത വിധം അവളുടെ തോളുകൾ ഇടിഞ്ഞിരുന്നു. കാൽവയ്പുകൾക്ക് ഭാരക്കൂടുതലുള്ളതുപോലെ തോന്നി. സിറ്റിംഗ് റൂമിന്റെ വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ അടുക്കളയിൽ നിന്ന് വറുക്കുന്ന മസാലകളുടെയും പേപ്പർ റോസ്റ്റിന്റെയും പരിചിതമായൊരു മണം അന്തരീക്ഷത്തിൽ പരന്നു നിന്നിരുന്നു. നിത്യേനയുള്ള ആ കാഴ്ചയും മണവും അവളെ എപ്പോഴും പ്രകോപിപ്പിക്കാറുണ്ടായിരുന്നു. ഒരു പുരുഷൻ സദാസമയവും അടുക്കളയിൽ തന്നെ കിടന്നാൽ മതിയോ എന്ന ചിന്ത അവളെ അസ്വസ്ഥയാക്കിയിരുന്നു. എന്നാൽ ഇന്ന് ആ മണം അവളെ കൂടുതൽ തളർത്തുകയാണ് ചെയ്തത്. തന്റെ കയ്യിലിരുന്ന കനമേറിയ ബ്രീഫ് കേസ് സോഫയുടെ ഒരു കോണിലേക്കെറിഞ്ഞ് അവൾ ധബേസ്തി സോഫയിലേക്ക് തളർന്നിരുന്നു. 2 കൈകൾ കൊണ്ടും മുഖം പുത്തിപ്പിടിച്ച് അവൾ ഏറെ നേരമിരുന്നു. കണ്ണുകളിൽ നിന്ന് നിയന്ത്രണമില്ലാതെ കണ്ണുനീരൊഴുകി വിരലുകൾക്കിടയിലൂടെ താഴേക്കിറ്റിറ്റി വീണു. അടുക്കളയിൽ പാചകത്തിന്റെ അവസാനവട്ട ഒരുക്കങ്ങളിലായിരുന്ന അർജുൻ പാത്രങ്ങളുടെ ശബ്ദം പെട്ടെന്ന് നിലച്ചപ്പോൾ തന്നെ എന്തോ അസ്വാഭാവികത മണത്തു. സാധാരണ റിയ വീട്ടിൽ കയറി വരുമ്പോൾ ഒച്ചപ്പാടുണ്ടാക്കുകയോ ഫാനിന്റെ സ്പീഡ് കൂട്ടുകയോ അല്ലെങ്കിൽ അന്നത്തെ കേസിന്റെ വിജയത്തെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുകയോ ചെയ്യാറുള്ളതാണ്. ഈ നിശബ്ദത ശുഭസൂചകമല്ലെന്ന് അയാൾക്ക് മനസ്സിലായി. കൈയിലെ തുണിയിൽ കൈകൾ തുടച്ചുകൊണ്ട് അർജുൻ സാവധാനം സോഫയ്ക്കരികിലേക്ക് നടന്നുവന്നു. അയാളുടെ മുഖത്തെപ്പോഴുമുള്ള ആ ശാന്തത അപ്പോഴുമുണ്ടായിരുന്നു. റിയയുടെ തൊട്ടടുത്തിരുന്ന് വളരെ മൃദുവായി അവളുടെ തോളിൽ കൈവച്ചുകൊണ്ട് അയാൾ ചോദിച്ചു, "എന്തുപറ്റി റിയ? എന്താണിത്രയധികം തളർന്നുപോയത്? കോടതിയിൽ ഇന്ന് എന്ത് സംഭവിച്ചു?" അർജുന്റെ ആ ശാന്തമായ ചോദ്യം റിയയുടെ ഉള്ളിൽ അടക്കിവെച്ചിരുന്ന സങ്കടത്തിന്റെ അണക്കെട്ട് പൂർണ്ണമായും തകർത്തുകളഞ്ഞു. അവൾ അർജുന്റെ നെഞ്ചിലേക്ക് ചായി കരഞ്ഞുകൊണ്ട് കോടതിയിൽ നടന്ന ഓരോ നാടകീയ രംഗങ്ങളും വിവരിക്കാൻ തുടങ്ങി. രമൻ ഘോഷാൽ എന്ന ധൂർത്തനായ വക്കീൽ എങ്ങനെയാണ് തന്നെ കെണിയിൽപ്പെടുത്തിയതെന്നും തന്റെ കരിയറിലെ ഏറ്റവും വലിയ വിജയമായി മാറേണ്ടിയിരുന്ന കേസ് എങ്ങനെയാണ് ഒരു നിമിഷം കൊണ്ട് തന്റെ നാശത്തിന് കാരണമായി മാറിയതെന്നും അവൾ പറഞ്ഞു. "എന്നെ ചതിച്ചതാണ് അർജുൻ. ആ ഫോറൻസിക് റിപ്പോർട്ട് പൂർണ്ണമായും കള്ളമാണ്. ഞാൻ ഫോർജറി, രേഖ ചമയ്ക്കൽ നടത്തിയിട്ടില്ല. പക്ഷേ കോടതിക്ക് മുന്നിൽ തെളിവുകൾ എനിക്കെതിരാണ്. ജഡ്ജി സെൻഗുപ്ത സർ എന്നെ ഈ കേസിൽ നിന്ന് താൽക്കാലികമായി മാറ്റി നിർത്തിയിരിക്കുകയാണ്. അതുമാത്രമല്ല, ബാർ കൗൺസിൽ എനിക്കെതിരെ പൂർണ്ണമായ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു. എന്റെ വക്കീൽ ലൈസൻസ് അവർ റദ്ദാക്കും അർജുൻ. എന്റെ ജീവിതം അവിടെ തീർന്നു." റിയയുടെ വാക്കുകളിൽ ഭയവും നിസ്സഹായാവസ്ഥയും ഒരേപോലെ കലർന്നിരുന്നു. വർഷങ്ങളായി താൻ കെട്ടിപ്പടുത്ത അന്തസ്സും പ്രശസ്തിയും ഒരു പകൽ കൊണ്ട് തകർന്നടിയുന്നത് കാണേണ്ടി വന്ന ഒരു സ്ത്രീയുടെ ആത്മരോദനമായിരുന്നു അത്. എന്നാൽ ഇത്രയൊക്കെ കേട്ടിട്ടും അർജുൻ യാതൊരുവിധ പരിഭ്രമവും കാണിച്ചില്ല. അയാളുടെ കണ്ണുകളിൽ ഭയത്തിന്റെ ഒരു കണിക പോലുമുണ്ടായിരുന്നില്ല. അവൻ വളരെ ശ്രദ്ധയോടെ ഇടയ്ക്ക് കണ്ണു ചിമ്മാടെ റിയയുടെ വാക്കുകൾ കേട്ടിരുന്നു. ഭർത്താവിന്റെ ഈ നിസ്സംഗത റിയയെ പെട്ടെന്ന് ദേഷ്യം പിടിപ്പിച്ചു. സങ്കടം ദേഷ്യത്തിനു വഴിമാറിയപ്പോൾ അവൾ അവനെ തള്ളിമാറ്റിക്കൊണ്ട് എഴുന്നേറ്റു. "നിനക്കിപ്പോഴും യാതൊരു ഭാവവ്യത്യാസവുമില്ലല്ലേ? ഞാൻ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. എന്റെ ലൈസൻസ് പോകും. നാളെ മുതൽ എനിക്ക് കോടതിയിൽ കയറാൻ കഴിയില്ല. എന്നിട്ടും നീ ഇവിടെ ഒരു ഭാവഭേദവുമില്ലാതെ ഇരിക്കുന്നു. ദിവസം മുഴുവൻ ഈ 4 ചുമരുകൾക്കുള്ളിലിരുന്ന് പുസ്തകങ്ങൾ വിഴുങ്ങുകയല്ലാതെ നിനക്ക് വേറൊരു ലോകമുണ്ടോ? എന്റെ ഈ വിപത്തിലൊരു നല്ല വാക്ക് പറയാനോ എനിക്കൊപ്പം നിൽക്കാനോ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നീ?" അവൾ വാക്കുകൾ പൂർത്തിയാക്കിയില്ല. ദേഷ്യവും നിരാശയും കൊണ്ട് അവളുടെ തൊണ്ടയിടറി. അർജുൻ അവളുടെ ദേഷ്യത്തെ പ്രതിരോധിക്കാൻ ശ്രമിച്ചില്ല. അയാൾ ശാന്തനായി എഴുന്നേറ്റു നിന്നു. അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ഒരു നേർത്ത പുഞ്ചിരിയോടെ പറഞ്ഞു, "റിയ, ദേഷ്യപ്പെടുന്നതുകൊണ്ടോ പരിഭ്രമിക്കുന്നതുകൊണ്ടോ ഈ പ്രശ്നത്തിന് പരിഹാരമാകില്ല. നീ ഇപ്പോൾ മാനസികമായി വളരെ തളർന്നിരിക്കുകയാണ്. ആദ്യം ശരീരം തണുക്കട്ടെ. നീ പോയി മുഖം കഴുകി വരൂ. നമുക്ക് ഭക്ഷണം കഴിക്കാം. ബാക്കി കാര്യങ്ങൾ നാളെ രാവിലെ തണുത്ത മനസ്സോടെ ആലോചിക്കാം." റിയ ദേഷ്യത്തോടെ തന്റെ ചുണ്ടുകൾ കടിച്ചുപിടിച്ചു. ഈ മനുഷ്യന് ശരിക്കും വികാരങ്ങളുണ്ടോ അതോ ഇയാളൊരു കല്ലു മാത്രമാണോ എന്നവൾ വീണ്ടും ചിന്തിച്ചു. വെറും പാചകം, വീട്ടുജോലി, പുസ്തകവായന, ഇതിനപ്പുറം ഒരു പുരുഷന്റെ അഭിമാനം എവിടെ പോയി ഒളിച്ചെന്നാണ് അവൾ ആശ്ചര്യപ്പെട്ടത്. അവൾ ഒന്നും മിണ്ടാതെ കിടപ്പുമുറിയിലേക്ക് നടന്നുപോയി. എന്നാൽ ആ രാത്രിയിൽ ജോധ്പൂർ പാർക്കിലെ ആ ചെറിയ ഫ്ളാറ്റിൽ റിയ മാത്രമാണ് ഉറങ്ങിയത്. അതും കരഞ്ഞു തളർന്നെപ്പോഴോ ഉറങ്ങിപ്പോയതായിരുന്നു. എന്നാൽ അർജുൻ ഒരു നിമിഷം പോലും കണ്ണടച്ചിരുന്നില്ല. രാത്രി 12 മണിയായപ്പോൾ അയാൾ സാവധാനം കിടക്കയിൽ നിന്നെഴുന്നേറ്റു. റിയ നല്ല ഉറക്കത്തിലാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം അയാൾ ഹാളിലേക്ക് വന്നു. അവിടുത്തെ ഷെൽഫിലിരുന്ന് ചില പ്രത്യേക ഡയറികളും നിയമഗ്രന്ഥങ്ങളും അയാൾ പുറത്തെടുത്തു. ബാൽക്കണിയിലെ ചെറിയ വെളിച്ചത്തിൽ അയാൾ ഓരോ പേജുകളായി മറിക്കാൻ തുടങ്ങി. അയാളുടെ വിരലുകൾ വളരെ വേഗത്തിൽ പുസ്തകതാളുകളിലൂടെ കടന്നുപോയി. പണ്ടെപ്പോഴോ താൻ കുറിച്ചുവെച്ച ചില അന്താരാഷ്ട്ര ഫോറൻസിക് നിയമങ്ങളുടെ റെഫറൻസുകൾ അയാൾ തിരഞ്ഞെടുക്കുകയായിരുന്നു.
ഒരു പേനയെടുത്ത് അയാൾ തന്റെ വ്യക്തിപരമായ ഡയറിയിൽ ചില പ്രധാനപ്പെട്ട പോയിന്റുകൾ കുറിച്ചിട്ടു. ആ സമയത്ത് അയാളുടെ കണ്ണുകളിലുണ്ടായിരുന്ന തീക്ഷ്ണത കണ്ടാൽ പകൽ സമയത്ത് മാർക്കറ്റിൽ പച്ചക്കറി വാങ്ങാൻ പോകുന്ന ആ പാവം അർജുൻ തന്നെയാണിതെന്ന് ആരും പറയില്ലായിരുന്നു. നിയമത്തിന്റെ ഓരോ വകുപ്പുകളും ഫോറൻസിക് സയൻസിന്റെ നൂതനമായ കണ്ടുപിടുത്തങ്ങളും അയാൾ തന്റെ ഡയറിയിലേക്ക് പകർത്തിക്കൊണ്ടിരുന്നു. ഒരു വലിയ യുദ്ധത്തിന് പുറപ്പെടും മുൻപ് ആയുധങ്ങൾ മൂർച്ച കൂട്ടുന്ന ഒരു യോദ്ധാവിനെ പോലെയായിരുന്നു അപ്പോൾ അയാൾ. അടുത്ത 3 ആഴ്ചകൾ റിയയുടെ ജീവിതം നരകതുല്യമായിരുന്നു. മാധ്യമങ്ങളിൽ റിയ റായിയുടെ പേര് മോശം രീതിയിൽ വരാൻ തുടങ്ങി. ബാർ കൗൺസിലിന്റെ പ്രത്യേക സമിതി അവളുടെ ഓഫീസിലെത്തി മുൻകാല ഫയലുകൾ വരെ പരിശോധിച്ചു. ഏറ്റവും സങ്കടകരമായ കാര്യം, മുൻപ് കോടതി ഇടനാടികളിൽ റിയയെ കാണുമ്പോൾ ബഹുമാനത്തോടെ വണങ്ങിയിരുന്ന സഹപ്രവർത്തകർ ഇപ്പോൾ അവളെ കാണുമ്പോൾ കണ്ണുവെട്ടിച്ച് നടക്കാൻ തുടങ്ങിയെന്നതാണ്. വലിയ കേസുകൾ നൽകിയിരുന്ന ധനികരായ ക്ലയന്റുകൾ തങ്ങളുടെ വക്കാലത്തുകൾ തിരികെ വാങ്ങി മറ്റു വക്കീലന്മാരെ ഏൽപ്പിക്കാൻ തുടങ്ങി. റിയ പൂർണ്ണമായും ഒറ്റപ്പെട്ടുപോയി. ഈ കെണിക്കു പിന്നിൽ പ്രവർത്തിച്ച രമൻ ഘോഷാൽ കോടതിയിലെ മുതിർന്ന വക്കീലന്മാരിൽ ഒരാളായിരുന്നു. നിയമത്തിന്റെ അടിയൊഴുക്കുകൾ നന്നായി അറിയാവുന്ന ആ 50കാരൻ റിയയെ തകർക്കാൻ കൃത്യമായ പ്ലാൻ തന്നെയാണ് തയ്യാറാക്കിയത്. സുബോധ് കുണ്ടു എന്ന കോടീശ്വരന്റെ പണക്കൊഴുപ്പിൽ അയാൾ ഫോറൻസിക് ലാബിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനെ സ്വാധീനിച്ചാണ് ആ വ്യാജ റിപ്പോർട്ട് ചമച്ചെടുത്തത്. സാധാരണ ഒരു വക്കീലിന് ആ റിപ്പോർട്ടിലെ തെറ്റുകൾ കണ്ടുപിടിക്കാൻ അസാധ്യമായിരുന്നു. കാരണം അതിൽ അത്രയധികം സാങ്കേതിക പദങ്ങളും ശാസ്ത്രീയ സിദ്ധാന്തങ്ങളും നിറച്ചിരുന്നു. ഈ പ്രതിസന്ധിയിൽ നിന്ന് എങ്ങനെ കരകയറണമെന്നറിയാതെ റിയ തന്റെ ഓഫീസിലെ കസേരയിലിരുന്ന് തലപുകിക്കുകയായിരുന്നു. അവളുടെ ജൂനിയർ സഭ്യസാചി പല നിയമപുസ്തകങ്ങളും നോക്കിയെങ്കിലും ഒരു പോംവഴി പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒരു വൈകുന്നേരം വീട്ടിലെത്തി പതിവ് പോലെ നിരാശയോടെ ഇരിക്കുകയായിരുന്ന റിയയോട് അർജുൻ ചോദിച്ചു, "റിയ, നീ ആ കേസിന്റെ ഫയലുകൾ ഒന്ന് കാണിച്ചു തരാമോ? പ്രത്യേകിച്ച് ആ പഴയ ഒറിജിനൽ റിപ്പോർട്ട്." റിയ ആശ്ചര്യത്തോടെ അവനെ നോക്കി. "അതൊക്കെ കോടതിയുടെ രേഖകളാണ് അർജുൻ. നിനക്കത് കണ്ടിട്ട് എന്തു കാര്യം? ഇതൊരു സാങ്കേതികമായ ഫോറൻസിക് കേസാണ്. നിനക്ക് മനസ്സിലാകില്ല." അർജുൻ ശാന്തമായി പറഞ്ഞു. "സാരമില്ല റിയ, എനിക്കൊന്ന് നോക്കാനാണ്. നാളെ കോടതിയിൽ പോകുമ്പോൾ ആ പഴയ റിപ്പോർട്ടും പുതിയ വ്യാജ റിപ്പോർട്ടും ഒരുമിച്ച് നിന്റെ ബാഗിൽ കരുതുക. ബാക്കി നമുക്ക് നാളെ കാണാം." അർജുന്റെ ആ വാക്കുകളിൽ റിയയ്ക്ക് മനസ്സിലാകാത്ത ഒരു പ്രത്യേക ആത്മവിശ്വാസം ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. ഒരു അവസാന ശ്രമമെന്ന നിലയിൽ അവൾ ആ ഫയലുകൾ തന്റെ ബാഗിലേക്ക് എടുത്തുവെച്ചു. എങ്കിലും മനസ്സിലൊരു പ്രതീക്ഷയും അവൾക്കുണ്ടായിരുന്നില്ല. കൊൽക്കത്ത ഹൈക്കോടതിയുടെ ചരിത്രത്തിൽ അന്നത്തെ പോലെ വലിഞ്ഞുമുറുകിയൊരു അന്തരീക്ഷം അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. രാവിലെ മുതൽ തന്നെ കോടതിയുടെ ഇടനാഴികളിൽ വക്കീലന്മാരുടെയും മാധ്യമപ്രവർത്തകരുടെയും വലിയൊരു തിരക്ക് രൂപപ്പെട്ടിരുന്നു. പ്രശസ്തയായ വക്കീൽ റിയ റായി സ്വന്തം കേസിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ദിവസമാണിന്ന്. ബാർ കൗൺസിലിന്റെ പ്രത്യേക കർശന നിർദ്ദേശപ്രകാരം റിയയ്ക്കിന്ന് സ്വന്തം കേസിൽ നേരിട്ട് വാദിക്കാൻ നിയമപരമായ അനുവാദമില്ലായിരുന്നു. തനിക്കുവേണ്ടി സംസാരിക്കാൻ സമർത്ഥനായ ഒരു പ്രതിനിധിയെ കണ്ടെത്താൻ റിയയ്ക്ക് കഴിഞ്ഞിരുന്നില്ല. അവളുടെ ജൂനിയറായ സഭ്യസാചി ഒപ്പമുണ്ടായിരുന്നുവെങ്കിലും അത്രയും വലിയൊരു ജനക്കൂട്ടത്തെയും എതിർഭാഗത്തെ പ്രഗത്ഭനായ രമൺ ഘോഷാലിനെയും നേരിടാനുള്ള ഭയത്താൽ അവന്റെ കൈകാലുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. കോടതി കവാടത്തിന്റെ ഒരു കോണിൽ എന്ത് ചെയ്യണമെന്നറിയാതെ കണ്ണുകളിൽ ശൂന്യതയുമായി റിയ നിന്നു. തന്റെ കരിയറിലെ ഏറ്റവും കറുത്ത അധ്യായത്തിനാണിനി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് എന്ന ചിന്ത അവളെ ഉള്ളിൽ നിന്ന് ദഹിപ്പിച്ചു കളയുകയായിരുന്നു. പെട്ടെന്നാണ് അവളുടെ പുറകിൽ നിന്ന് അത്യന്തം ഗാംഭീര്യമുള്ള എന്നാൽ പരിചിതമായൊരു ശബ്ദം കേട്ടത്. "ആ ഫയലുകളിനി എന്റെ കയ്യിലേക്ക് തരൂ റിയ." റിയ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. അവളുടെ മുന്നിൽ നിൽക്കുന്നത് അർജുനായിരുന്നു. ദിവസവും അടുക്കളയിലെ പുകമറയ്ക്കുള്ളിൽ അവൾ കണ്ടിരുന്ന ആ പഴയ അർജുനായിരുന്നില്ല അത്. ചുളിവുകളില്ലാത്ത കൃത്യമായി ഇസ്തിരിയിട്ട വെള്ള ഷർട്ടും കടും നീല പാന്റും ധരിച്ച് അല്പം അലസമായി കിടക്കുന്ന മുടി ഒതുക്കി ചീകിയ അർജുനിന്റെ കണ്ണുകളിൽ കാന്തം പോലുള്ള ഒരു തിളക്കമുണ്ടായിരുന്നു. അയാളുടെ കയ്യിൽ ചില രേഖകളുടെ പ്രിന്റൌട്ടുകളുണ്ടായിരുന്നു. "അർജുൻ, നീ എന്താണ് ഈ വേഷത്തിൽ ഇവിടെ ചെയ്യുന്നത്? ഭ്രാന്ത് കാണിക്കാതെ വീട്ടിലേക്ക് പോകൂ." റിയ ഭയത്തോടെയും പരിഭ്രമത്തോടെയും ഫിസ് കാൽക്കുലേറ്റ്സ് പിറുപിറുത്തു. "നിന്നെ രക്ഷിക്കാൻ വന്നതാണ് റിയ. ഞാൻ പറഞ്ഞില്ലേ, എല്ലാം ഇന്ന് അവസാനിക്കുമെന്ന്." അർജുനന്റെ ശബ്ദത്തിൽ സാധാരണ കാണാത്ത ഒരു അദൃശ്യ ശക്തിയുണ്ടായിരുന്നു. കൂടെയുണ്ടായിരുന്ന ജൂനിയർ സഭ്യസാചി ഇത് കേട്ട് തന്റെ ചിരി കഷ്ടപ്പെട്ട് അടക്കി പിടിച്ചു. മാഡത്തിന്റെ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്ന നാട്ടുകാർ ബേക്കർ എന്ന് വിളിക്കുന്ന ഒരാളാണോ ഈ വലിയ കെണിയിൽ നിന്ന് തങ്ങളെ രക്ഷിക്കാൻ പോകുന്നത് എന്നവൻ അത്ഭുതപ്പെട്ടു. കോടതി ഇടനാഴിയിലൂടെ അർജുൻ നടന്നു നീങ്ങുമ്പോൾ ചുറ്റും നിന്ന മറ്റു വക്കീലന്മാർ പരസ്പരം കണ്ണുയർത്തി പരിഹസിക്കാൻ തുടങ്ങി. "ദാ നോക്കൂ, വക്കീൽ ഭാര്യയുടെ ജോലിയില്ലാത്ത ഭർത്താവ് ഇന്ന് വലിയ കേസ് വാദിക്കാൻ വന്നിരിക്കുന്നു. നാടകം കൊള്ളാം." ചുറ്റുമുള്ള ആ പരിഹാസ ശരങ്ങളൊന്നും അർജുനന്റെ മുഖത്തെ ഭാവങ്ങളെ ലെവലേശം പോലും സ്വാധീനിച്ചില്ല. അയാൾ തികച്ചും ശാന്തനായി എജാസ് ലാസിൽ നടന്നുകയറി.
കോടതി മുറിയിൽ ജഡ്ജി മിഹിർ സെൻഗുപ്ത തന്റെ കസേരയിൽ വന്നിരുന്നു കഴിഞ്ഞിരുന്നു. ബംഗാളിലെ നിയമലോകത്ത് ഏറ്റവും കർശകനായ, നിയമത്തിന്റെ അണുവിട തെറ്റാത്ത വ്യാഖ്യാനങ്ങൾക്ക് പേരുകേട്ട ജഡ്ജിയായിരുന്നു അദ്ദേഹം. പ്രതിഭാഗത്ത് രമൺ ഘോഷാൽ തന്റെ സഹവക്കീലന്മാരുടെ വലിയൊരു പടയുമായി തികഞ്ഞ ആത്മവിശ്വാസത്തിലിരിപ്പുണ്ടായിരുന്നു. അയാളുടെ ചുണ്ടുകളിൽ ഒരു വിജയച്ചിരിയുണ്ടായിരുന്നു. ഇന്ന് റിയ റായിയുടെ കരിയറിലെ അവസാനത്തെ ആണി അടിക്കുമെന്ന് അയാൾ ഉറപ്പിച്ചിരുന്നു. കോടതി നടപടികൾ ഔദ്യോഗികമായി ആരംഭിച്ചു. ജഡ്ജി മിഹിർ സെൻഗുപ്ത തന്നെ കണ്ണട കൃത്യമാക്കി ചോദിച്ചു, പ്രതി റിയ റായിക്കു വേണ്ടി ഇന്ന് കോടതിയിൽ ഹാജരാകുന്നത് ആരാണ്? സബ്യസാചി ഭയത്തോടെ എഴുന്നേൽക്കാൻ തുടങ്ങിയെങ്കിലും അർജുൻ അവന്റെ തോളിൽ കൈവച്ച് തിരികെ ഇരുത്തി. തുടർന്ന് അർജുൻ വളരെ ധീരമായ കാൽപതികളോടെ മുന്നോട്ട് നടന്ന് ജഡ്ജിക്കു മുന്നിൽ നിന്ന് വളരെ വ്യക്തമായും ദൃഢമായും സ്വരത്തിൽ പറഞ്ഞു, മൈ ലോർഡ്, എന്റെ പേര് അർജുൻ റായ്. ഇന്ന് ഞാൻ റിയ റായിക്കു വേണ്ടി ഈ കോടതിയിൽ വാദിക്കാൻ ഹാജരായിരിക്കുന്നു. കോടതി മുറിയും ഒരു നിമിഷം സ്തബ്ധമായി. ആളുകൾ പരസ്പരം നോക്കി അവിശ്വാസത്തോടെ പിറുപിറുക്കാൻ തുടങ്ങി. രമൺ ഘോഷാൽ പരിഹാസത്തോടെ എഴുന്നേറ്റു നിന്നു. മിസ്റ്റർ റായ്, ദയവായി കോടതിയുടെ വിലപ്പെട്ട സമയം കളയരുത്. ഈ കോടതിയിൽ വാദിക്കാൻ താങ്കൾക്ക് എന്താണ് യോഗ്യത? താങ്കൾ ഒരു എൻറോൾഡ് അഡ്വക്കേറ്റാണോ? അർജുൻ ഒട്ടും പതറാതെ വളരെ വ്യക്തവും ദൃഢവുമായ സ്വരത്തിൽ പറഞ്ഞു, അതെ മൈലോഡ്, എന്റെ ബാർ കൗൺസിൽ എൻറോൾമെന്റ് നമ്പർ 2011C4852 എന്നാണ്. ജഡ്ജി തന്റെ ക്ലർക്കിനോട് ആ നമ്പർ കമ്പ്യൂട്ടറിൽ പരിശോധിച്ച് ഉറപ്പുവരുത്താൻ നിർദ്ദേശിച്ചു. ഏതാനും നിമിഷങ്ങളുടെ തിരച്ചിലിനു ശേഷം ക്ലർക്ക് അത്ഭുതത്തോടെ ജഡ്ജിയുടെ കാതുകളിൽ പറഞ്ഞു, അതെ മൈലോഡ്, ഈ എൻറോൾമെന്റ് നമ്പർ പൂർണ്ണമായും യാഥാർത്ഥ്യവും സാധുതയുള്ളതുമാണ്. ഘോഷാൽ മനസ്സിൽ ചിരിച്ചു. ഏതെങ്കിലും ഒരു ചെറിയ കോടതിയിൽ പ്രാക്ടീസ് ചെയ്തിരുന്ന അപ്രശസ്തനായ ഒരു വക്കീലായിരിക്കും ഇയാൾ. 5 മിനിറ്റ് കൊണ്ട് ഇയാളുടെ വാദങ്ങളെ കാറ്റിൽ പറത്താമെന്നയാൾ കരുതി. അർജുൻ തന്റെ വാദമുഖങ്ങൾ ആരംഭിച്ചു. മൈ ഗോഡ്, പ്രതിഭാഗം ഹാജരാക്കിയ റിയ റായിയെ കെണിയിൽപ്പെടുത്താൻ ഉപയോഗിച്ച ആ ഫോറൻസിക് റിപ്പോർട്ടിൽ 3 അടിസ്ഥാനപരമായ ശാസ്ത്രീയവും നിയമപരവുമായ തെറ്റുകളുണ്ട്. അത് ഈ റിപ്പോർട്ടിനെ ഇന്ത്യൻ കോടതികൾക്ക് മുന്നിൽ പൂർണ്ണമായും അസാധുവും നിയമവിരുദ്ധവുമാക്കുന്നു. ഘോഷാൽ പെട്ടെന്ന് തടസ്സപ്പെടുത്തി. ഒബ്ജെക്ഷൻ മൈലോഡ്, ഇത് ബോർഡ് സർട്ടിഫൈഡ് ആയ അന്താരാഷ്ട്ര തലത്തിൽ പ്രശസ്തനായ ഒരു ഫോറൻസിക് വിദഗ്ധൻ തയ്യാറാക്കിയ റിപ്പോർട്ടാണ്. മൈലോഡ്, പ്രതിഭാഗം പറയുന്ന ആ ഫോറൻസിക് വിദഗ്ധന്റെ യോഗ്യതയെക്കുറിച്ച് തന്നെയാണ് എന്റെ ഒന്നാമത്തെ ചോദ്യം. അർജുനിന്റെ സ്വരത്തിൽ ഒരു പുതിയ ഊർജം നിറഞ്ഞു. അയാൾ തന്റെ കയ്യിലുള്ള പ്രിന്റൌട്ടുകളിൽ നിന്ന് ഒരു രേഖ ജഡ്ജിക്കു നേരെ നീട്ടി. ഈ റിപ്പോർട്ട് ഒപ്പിട്ടിരിക്കുന്നത് ഡോക്ടർ അനിരുദ്ധ് ബോസാണ്. അദ്ദേഹത്തിന്റെ സർട്ടിഫിക്കേഷൻ അവസാനമായി ഇന്ത്യയിൽ പുതുക്കിയത് 2018-ലാണ്. ഇന്ത്യൻ എവിഡൻസ് ആക്ട് സെക്ഷൻ 45 പ്രകാരം ഹാൻഡ് റൈറ്റിംഗ് ആൻഡ് ഡോക്യുമെന്റ് എക്സാമിനേഷൻ നടത്തുന്ന ഒരു വിദഗ്ധൻ ഓരോ 5 വർഷം കൂടുമ്പോഴും തന്റെ ലൈസൻസ് പുതുക്കണം. എന്നാൽ ബ്യൂറോ ഓഫ് ഇമിഗ്രേഷനിൽ നിന്നുള്ള ഈ ഔദ്യോഗിക രേഖകൾ പരിശോധിച്ചാൽ മനസ്സിലാകും, ഡോക്ടർ ബോസ് 2019-ൽ കാനഡയിലേക്ക് സ്ഥിരതാമസത്തിനായി പോകുകയും അതിനുശേഷം ഇന്ത്യയിൽ വന്നിട്ടില്ലെന്നും. അതായത് നിയമപരമായി 2023-ൽ തന്നെ ഇത്തരമൊരു റിപ്പോർട്ട് നൽകാനുള്ള അദ്ദേഹത്തിന്റെ ഔദ്യോഗിക യോഗ്യത അവസാനിച്ചിരിക്കുന്നു. യോഗ്യതയില്ലാത്ത ഒരാൾ നൽകിയ റിപ്പോർട്ട് കോടതിക്ക് തെളിവായി സ്വീകരിക്കാൻ കഴിയില്ല. കോടതി മുറിയിൽ പശുമുക്കിയ നിശബ്ദത പടർന്നു. രമൺ ഘോഷാലിന്റെ മുഖത്തെ വിജയച്ചിരി പതുക്കെ മായാൻ തുടങ്ങി. അർജുൻ അവിടെ നിർത്തിയില്ല. അയാൾ തന്റെ രണ്ടാമത്തെ താൽപര്യം പുറത്തെടുത്തു. രണ്ടാമതായി മൈലോഡ്, ഈ റിപ്പോർട്ടിൽ അവകാശപ്പെടുന്നത് അവർ ESDA എന്ന അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് മഷിയുടെ പഴക്കം നിർണയിച്ചത് എന്നാണ്. എന്നാൽ ഈ പരിശോധന ISO 57 മാനദണ്ഡങ്ങൾ പാലിച്ചാണോ ചെയ്തതെന്ന് റിപ്പോർട്ടിൽ ഒരിടത്തും പറയുന്നില്ല. ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് BS-EN ISO 6580 അനുസരിച്ച് നമ്മുടെ ഇന്ത്യൻ കോടതികളും അംഗീകരിച്ചിട്ടുള്ള ഈ പരിശോധന നടത്തുമ്പോൾ ലാബിലെ കൃത്യമായ ഈർപ്പവും താപനിലയും രേഖപ്പെടുത്തേണ്ടത് നിർബന്ധമാണ്. കാരണം അന്തരീക്ഷ വ്യതിയാനങ്ങൾ രാസപ്രവർത്തനങ്ങളെ ബാധിക്കും. ഈ റിപ്പോർട്ടിൽ അതിന്റെ യാതൊരുവിധ വിവരങ്ങളുമില്ല. ഇത് തികച്ചും അപൂർണമായൊരു റിപ്പോർട്ടാണ്. രമൺ ഘോഷാൽ തന്റെ പോക്കറ്റിൽ നിന്ന് റൂമാലെടുത്ത് നെറ്റിയിലെ വിയർപ്പ് തുടയ്ക്കാൻ തുടങ്ങി. അയാൾ പരുങ്ങലോടെ ജഡ്ജിയെ നോക്കി. മൈലോഡ്, ഇതൊക്കെ വളരെ ചെറിയ സാങ്കേതിക കാര്യങ്ങളാണ്. ഇതുകൊണ്ട് റിപ്പോർട്ട് തെറ്റാണെന്ന് പറയാൻ കഴിയില്ല. എന്നാൽ മൂന്നാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് ഞാൻ വരാം മൈലോഡ്. അർജുൻ തന്റെ ശബ്ദം അല്പം കൂടി ഉയർത്തി. ആ ശബ്ദം കോടതി മുറിയുടെ ചുവരുകളിൽ പ്രതിധ്വനിച്ചു.
ഈ കേസിനാസ്പദമായ യഥാർത്ഥ ഭൂമി ആധാരം രജിസ്റ്റർ ചെയ്തത് 1997-ലാണ്. ആ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഔദ്യോഗിക രേഖകൾ എഴുതാൻ ഉപയോഗിച്ചിരുന്നത് അയൺ ഗാൾ ഇങ്ക് എന്ന മഷിയായിരുന്നു. ഈ മഷിയുടെ ശാസ്ത്രീയ പ്രത്യേകത എന്തെന്നാൽ വർഷങ്ങൾ കഴിയുന്തോറും ഇതിലെ ഇരുമ്പ് ഘടകങ്ങൾ വായുവിലെ ഓക്സിജനുമായി ചേർന്ന് ഓക്സിഡൈസ് ചെയ്യപ്പെടുകയും ഒരു പ്രത്യേക രാസസംയുക്തം രൂപപ്പെടുകയും ചെയ്യുന്നു. ഡോക്ടർ ബോസിന്റെ റിപ്പോർട്ടിൽ പറയുന്ന അടുത്ത കാലത്തുണ്ടായ രാസവസ്തുക്കളുടെ സാന്നിധ്യം യഥാർത്ഥത്തിൽ ഈ പഴയ മഷിയുടെ സ്വാഭാവികമായ വാർദ്ധക്യത്തിന്റെ അഥവാ നാച്ചുറൽ ഏജിങ്ങിന്റെ ഫലം മാത്രമാണ്. 30 വർഷം പഴക്കമുള്ള ഏത് രേഖ പരിശോധിച്ചാലും ഈ രാസമാറ്റം കാണാൻ സാധിക്കും. ഇതിനായി വലിയ ലബോറട്ടറിയിൽ പോകേണ്ട ആവശ്യമില്ല. കാരണം 1997-ൽ ആ ആധാരത്തിൽ അന്നത്തെ രജിസ്ട്രേഷൻ നമ്പരും ജീവിച്ചിരിക്കുന്ന സാക്ഷികളുടെ ഒപ്പും ഇന്നും വ്യക്തമായി തന്നെയുണ്ട്. ഈ അസാധാരണമായ ശാസ്ത്രീയ വാദത്തിനു മുന്നിൽ പ്രതിഭാഗം വക്കീലിന് മറുപടിയില്ലായിരുന്നു. റിയയുടെ കണ്ണുകളിൽ നിന്ന് അപ്പോൾ ആനന്ദ കണ്ണീർ ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. താൻ ഇത്രയും കാലം വെറുമൊരു സാധാരണക്കാരനായി കണ്ട തന്റെ ഭർത്താവ് നിയമത്തിന്റെ ആഴക്കടലാണെന്ന് അവൾ തിരിച്ചറിയുകയായിരുന്നു. ഇതേസമയം കോടതിയുടെ അവസാനത്തെ നിരയിലിരുന്നുകൊണ്ട് ഒരു വൃദ്ധൻ ഇതെല്ലാം അതീവ ശ്രദ്ധയോടെ വീക്ഷിക്കുകയായിരുന്നു. അദ്ദേഹം ഇന്ത്യയിലെ നിയമലോകത്തെ ഏറ്റവും വലിയ വിസ്മയമായ ജോർജ് മാത്യു ആയിരുന്നു. സുപ്രീം കോടതിയിലെ സീനിയർ കൗൺസിലറായ അദ്ദേഹം മറ്റൊരു കേസിന്റെ ആവശ്യത്തിനാണ് കൊൽക്കത്തയിലെത്തിയത്. എന്നാൽ ഇടനാഴിയിലെ ചർച്ചകൾ കേട്ട് കൗതുകം തോന്നി അകത്ത് കയറിയതായിരുന്നു. അർജുനന്റെ വായ് തുറന്നുള്ള ഓരോ വാദങ്ങളും കേട്ടപ്പോൾ ജോർജ് മാത്യുവിന്റെ കണ്ണുകൾ വിടർന്നു. അയൺ ഗാൾ ഇങ്ക് എന്ന വാദം അർജുൻ ഉന്നയിച്ച നിമിഷം അദ്ദേഹം തന്റെ കസേരയിൽ നിന്ന് എഴുന്നേറ്റു നിന്നു. അർജുൻ സംസാരിക്കുന്നതിനിടയിൽ ജഡ്ജിക്ക് നേരെ ചെറുതായി തിരിഞ്ഞപ്പോൾ ജോർജ് മാത്യു ആ മുഖം കൃത്യമായി കണ്ടു. ഒരു നിമിഷം കൊണ്ട് അദ്ദേഹത്തിന്റെ കയ്യിലിരുന്ന വലിയ കേസ് ഫയലുകൾ തറയിലേക്ക് വീണ് ചിതറി. അദ്ദേഹത്തിന്റെ കൂടെയുണ്ടായിരുന്ന ജൂനിയർ പരിഭ്രമത്തോടെ ചോദിച്ചു, "സർ, എന്തുപറ്റി? ശരീരം വല്ലതും വയ്യാതെയായോ?" പക്ഷേ ജോർജ് മാത്യു മറുപടി നൽകിയില്ല. അദ്ദേഹത്തിന്റെ കണ്ണുകൾ അപ്പോൾ സന്തോഷം കൊണ്ടും അത്ഭുതം കൊണ്ടും നിറഞ്ഞിരിക്കുകയായിരുന്നു. നീണ്ട 15 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം താൻ ജീവന് തുല്യം സ്നേഹിച്ച, രാജ്യം മുഴുവൻ തിരഞ്ഞ തന്റെ പ്രിയപ്പെട്ട ആ പഴയ ജൂനിയറെ അദ്ദേഹം തിരിച്ചറിഞ്ഞിരുന്നു. കോടതി മുറിയിലെ വായുവിന് അപ്പോൾ വല്ലാത്തൊരു കനം അനുഭവപ്പെട്ടിരുന്നു. ഒരു സാധാരണ വീട്ടമ്മയുടെ ജോലിയില്ലാത്ത ഭർത്താവ് എന്നെല്ലാവരും കരുതിയിരുന്നൊരു മനുഷ്യൻ, ഇന്ത്യൻ തെളിവ് നിയമത്തിന്റെയും അന്താരാഷ്ട്ര ശാസ്ത്ര മാനദണ്ഡങ്ങളുടെയും അതിർവരമ്പുകൾ അനായാസം ഭേദിച്ചുകൊണ്ട് നടത്തുന്ന ഈ വാദപ്രതിവാദം അവിടെയുണ്ടായിരുന്ന മുതിർന്ന അഭിഭാഷകരെ പോലും അത്ഭുതപ്പെടുത്തി. രമൻ ഘോഷാലിന്റെ നെറ്റിയിലൂടെ ഒലിച്ചിറങ്ങിയ വിയർപ്പുതുള്ളികൾ അയാളുടെ കറുത്ത കൂട്ടിനെ നനച്ചുകൊണ്ടിരുന്നു. ഇത്രയും കാലത്തെ തന്റെ പ്രൊഫഷണൽ ജീവിതത്തിൽ ഇത്രയും കൃത്യതയാർന്നൊരു പ്രതിരോധത്തെ അയാൾക്ക് നേരിടേണ്ടി വന്നിട്ടില്ലായിരുന്നു. അർജുൻ തന്റെ കയ്യിലുള്ള ഫയലിൽ നിന്ന് അടുത്ത പേജ് സാവധാനം മറിച്ചു. അയാളുടെ മുഖത്ത് യാതൊരുവിധ ഭാവവ്യത്യാസവുമില്ലായിരുന്നു. ഒരു വലിയ കൊടുങ്കാറ്റടങ്ങി ഒതുങ്ങി നിൽക്കുന്നതുപോലെയായിരുന്നു ആ ശാന്തത. അയാൾ ജഡ്ജി സെൻഗുപ്തയുടെ നേരെ തിരിഞ്ഞ് തന്റെ അന്തിമവാദത്തിലേക്ക് കടന്നു. "മൈ ലോർഡ്, ഒരു വ്യാജ ഫോറൻസിക് റിപ്പോർട്ട് കോടതിക്ക് മുന്നിൽ ഹാജരാക്കി ഈ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു എന്നത് മാത്രമല്ല ഇവിടെ നടന്നിരിക്കുന്ന കുറ്റം. ഒരു അഭിഭാഷകയുടെ കരിയറും ജീവിതവും തകർക്കാൻ വേണ്ടി വലിയൊരു സാമ്പത്തിക ഗൂഢാലോചന ഇതിനു പിന്നിൽ നടന്നിട്ടുണ്ട്. കേവലം സാങ്കേതിക വാദങ്ങളിലൊതുക്കി ഈ കേസ് അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ നിമിഷം ഈ ബഹുമാനപ്പെട്ട കോടതിക്ക് മുന്നിൽ 3 സുപ്രധാന സാക്ഷികളെ ഹാജരാക്കാൻ ഞാൻ അനുവാദം ചോദിക്കുകയാണ്." ജഡ്ജി മിഹിർ സെൻഗുപ്ത തന്റെ ചരടിൽ കെട്ടിയ കണ്ണട കൈമാറി അർജുനെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ ഒരു പുതിയ താൽപര്യം ജനിച്ചിട്ടുണ്ടായിരുന്നു. ജഡ്ജി അനുവാദം നൽകി. "തുടരൂ മിസ്റ്റർ റായ്, നിങ്ങളുടെ സാക്ഷികൾ ആരാണ്?" അർജുൻ കോടതിമുറിയുടെ കവാടത്തിലേക്ക് തിരിഞ്ഞു വിളിച്ചു. "എന്റെ ഒന്നാമത്തെ സാക്ഷി 1997-ൽ അലിപ്പൂർ രജിസ്ട്രേഷൻ ഓഫീസിൽ ചീഫ് ക്ലർക്കായിരുന്ന, ഇപ്പോൾ വിശ്രമജീവിതം നടത്തുന്ന ശ്രീ ബിമൽ ചക്രവർത്തിയാണ്. ഈ വിവാദ ആധാരത്തിൽ ഒപ്പിട്ടിരിക്കുന്ന സാക്ഷികളെയും ഇതിന്റെ രജിസ്ട്രേഷൻ നടപടികളെയും നേരിട്ടറിയാവുന്ന വ്യക്തിയാണ് അദ്ദേഹം. രണ്ടാമത്തെ സാക്ഷി മുൻപ് ഞാൻ സൂചിപ്പിച്ചതുപോലെ IIT ഖരഗ്പൂരിലെ കെമിസ്ട്രി വിഭാഗം മേധാവി ഡോക്ടർ പല്ലവ് മജൂംദാറാണ്. പ്രതിഭാഗം കൊണ്ടുവന്ന റിപ്പോർട്ടിലെ ശാസ്ത്രീയമായ അസംബന്ധങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ കോടതിക്ക് മുന്നിൽ വിശദീകരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും." അർജുൻ ഒരു നിമിഷം നിർത്തി.
അയാളുടെ നോട്ടം പ്രതിക്കൂട്ടിൽ ഭയത്തോടെ നിൽക്കുന്ന വ്യവസായി സുബോധ് കുണ്ടുവിലേക്കും അയാളുടെ വക്കീൽ രമൻ ഘോഷാലിലേക്കും നീണ്ടു. അർജുന്റെ ശബ്ദം അല്പം കൂടി കർക്കശമായി. എന്നാൽ എന്റെ മൂന്നാമത്തെ സാക്ഷി ഈ കേസിന്റെ മുഴുവൻ ഗൂഢാലോചനയെയും വെളിച്ചത്തു കൊണ്ടുവരുന്നയാളാണ്. അത് മറ്റാരുമല്ല, സുബോധ് കുണ്ടുവിന്റെ സ്വന്തം ചീഫ് അക്കൗണ്ടന്റായ സമീർ ഗുപ്തയാണ്. മൈ ലോർഡ്, ഡോക്ടർ അനിരുദ്ധ് ബോസ് എന്ന കാനഡയിലുള്ള ഫോറൻസിക് വിദഗ്ധന്റെ പേരിൽ കൊൽക്കത്തയിലെ ഒരു സ്വകാര്യ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഈ വ്യാജ റിപ്പോർട്ട് നിർമ്മിക്കുന്നതിന് കൃത്യം 1 വാരം മുൻപ് 60 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. സുബോധ് കുണ്ടുവിന്റെ ഡമ്മി കമ്പനിയുടെ അക്കൗണ്ടിൽ നിന്നാണ് ഈ തുക പോയിരിക്കുന്നത്. അതിന്റെ യഥാർത്ഥ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളും ഡിജിറ്റൽ ട്രാൻസാക്ഷൻ രേഖകളും എന്റെ കയ്യിലുണ്ട്. സമീർ ഗുപ്ത ഈ ചതിക്ക് സാക്ഷിയാണ്. റിയ റായിയെ ഈ കേസിൽ നിന്ന് മാറ്റിയാൽ മാത്രമേ തങ്ങൾക്ക് അനുകൂലമായി വിധി സമ്പാദിക്കാൻ കഴിയൂ എന്ന് സുബോധ് കുണ്ടുവിന് അറിയാമായിരുന്നു. അർജുൻ ആ ബാങ്ക് രേഖകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ കോടതി ക്ലർക്കിന്റെ കൈയിലേക്ക് കൊടുത്തു. കോടതി മുറിയിൽ അപ്പോൾ ഒരു സൂചി വീണാൽ കേൾക്കാവുന്ന തരത്തിലുള്ള നിശബ്ദതയായിരുന്നു. ഘോഷാലിന്റെ നാക്ക് വരണ്ടുപോയി. അയാൾക്ക് തന്റെ ഭാഗം ന്യായീകരിക്കാൻ ഒരു വാക്കുപോലും കിട്ടുന്നുണ്ടായിരുന്നില്ല. ജഡ്ജി സെൻഗുപ്ത ആ രേഖകൾ ഓരോന്നായി പരിശോധിച്ചു. അദ്ദേഹത്തിന്റെ മുഖം കോപം കൊണ്ട് ചുവന്നു. മിസ്റ്റർ ഘോഷാൽ, ജഡ്ജിയുടെ ശബ്ദം ഇടിമുഴക്കം പോലെ കോടതിയിൽ മുഴങ്ങി. നിങ്ങൾക്ക് ഈ വാദങ്ങൾക്ക് മുന്നിൽ എന്തെങ്കിലും പറയാനുണ്ടോ? നിങ്ങൾ ഹാജരാക്കിയ ഫോറൻസിക് റിപ്പോർട്ട് യഥാർത്ഥമാണെന്ന് തെളിയിക്കാൻ എന്തെങ്കിലും തെളിവുണ്ടോ? ഘോഷാൽ അത്യന്തം പരുങ്ങലോടെ വിക്കി പറഞ്ഞു. മൈ ലോർഡ്, എനിക്ക് ഈ രേഖകൾ പരിശോധിക്കാൻ അല്പം സമയം വേണം, സാക്ഷികളെ വിസ്തരിക്കാൻ. ആവശ്യമില്ല. ജഡ്ജി വിധി പ്രസ്താവനയ്ക്കായി തന്റെ പേന കൈയിലെടുത്തു. കോടതി മുറിയിൽ ഒരു വലിയ ആശ്വാസത്തിന്റെ നെടുവീർപ്പുകൾ ഉയർന്നു. റിയ തന്റെ കസേരയിലിരുന്ന് 2 കൈകൊണ്ടും മുഖം പൊത്തി കരഞ്ഞുപോയി. അപമാനത്തിന്റെ ഇരുണ്ട കയത്തിൽ നിന്നും തന്നെ കൈപിടിച്ചുയർത്തിയത് തന്റെ ഭർത്താവാണെന്ന സത്യം അവൾക്കിപ്പോഴും പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല. കോടതി പിരിഞ്ഞതിനുശേഷം ആളുകളുടെ തിരക്കിൽ നിന്നും ഒഴിഞ്ഞുമാറി അർജുൻ സാവധാനം പുറത്തെ വലിയ ഇടനാഴിയിലേക്ക് നടന്നുവന്നു. അയാളുടെ നടത്തം എപ്പോഴും കാണാറുള്ളതുപോലെ തികച്ചും ശാന്തമായിരുന്നു. പെട്ടെന്നാണ് പുറകിൽ നിന്നൊരു വലിപ്പമുള്ള നിഴൽ അയാളുടെ മുന്നിലേക്ക് വീണത്. അത്യന്തം ഗാംഭീര്യമുള്ള എന്നാൽ വിറയർന്നൊരു ശബ്ദം അയാളെ തടഞ്ഞു. അർജുൻ സാവധാനം തിരിഞ്ഞുനോക്കി. മുന്നിൽ നിൽക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും മുതിർന്ന സുപ്രീം കോടതി അഭിഭാഷകൻ ജോർജ് മാത്യു ആണ്. പ്രായം 70നോടടുത്തിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ കണ്ണുകളിലെ തിളക്കം ഒട്ടും കുറഞ്ഞിട്ടില്ല. എന്നാൽ ഇന്ന് ആ കണ്ണുകളിൽ വല്ലാത്തൊരാർദ്രതയുണ്ടായിരുന്നു. നീണ്ട 15 വർഷത്തിനു ശേഷമാണ് തന്റെ പ്രിയപ്പെട്ട ശിഷ്യൻ, തന്റെ എല്ലാ വിജയങ്ങൾക്കും പിന്നിൽ പ്രവർത്തിച്ചിരുന്ന ആ അസാധാരണ പ്രതിഭ തന്റെ മുന്നിൽ നിൽക്കുന്നത്. രണ്ടുപേരും ഒന്നും സംസാരിക്കാതെ ഏതാനും നിമിഷം പരസ്പരം നോക്കി നിന്നു. ജോർജ് മാത്യുവിന്റെ ചുണ്ടുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം മുന്നോട്ട് വന്ന് അർജുന്റെ 2 തോളുകളിലും അദ്ദേഹത്തിന്റെ കൈകൾ ഉറപ്പിച്ചു. എവിടെയായിരുന്നു നീ ഈ 15 വർഷം? ഒരു വാക്കുപോലും പറയാതെ, ഒരു സൂചന പോലും അവശേഷിപ്പിക്കാതെ നീ എങ്ങോട്ടാണ് അപ്രത്യക്ഷമായത്? ഡൽഹിയിലെയും കൊൽക്കത്തയിലെയും നിന്റെ പഴയ സുഹൃത്തുക്കളെയെല്ലാം ഞാൻ ബന്ധപ്പെട്ടിരുന്നു. സുപ്രീം കോടതിയുടെ രജിസ്ട്രിയിൽ പോലും നിന്റെ പേര് തിരഞ്ഞു. നീ ജീവിച്ചിരിപ്പുണ്ടോ എന്നുപോലും എനിക്കറിയില്ലായിരുന്നു അർജുൻ. നീ എന്തിനാണ് നീതിന്യായ വ്യവസ്ഥയോട് ഇങ്ങനെ പിണങ്ങിപ്പോയത്? ജോർജ് മാത്യുവിന്റെ ശബ്ദത്തിൽ ഒരച്ഛന്റെ സങ്കടം ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. അർജുനൊരു നേർത്ത മ്ലാനമായ പുഞ്ചിരിയോടെ തല താഴ്ത്തി. ഞാൻ എങ്ങും പോയിരുന്നില്ല സർ. ഞാൻ ഈ കൊൽക്കത്ത നഗരത്തിൽ തന്നെയുണ്ടായിരുന്നു. വലിയ ബഹളങ്ങളിൽ നിന്നും നിയമത്തിന്റെ ഇരുണ്ട ഇടനാഴികളിൽ നിന്നും ഒഴിഞ്ഞുമാറി ഒരു സാധാരണ ജീവിതം നടത്തുകയായിരുന്നു. സാധാരണ ജീവിതമോ? ജോർജ് മാത്യുവിന്റെ ശബ്ദം അല്പമുയർന്നു. നിന്നെപ്പോലെ ഒരു പ്രതിഭയ്ക്ക് എങ്ങനെയാണ് സാധാരണക്കാരനായി ഒതുങ്ങിക്കൂടാൻ കഴിയുക? 25-ാം വയസ്സിൽ നീ കോടതിയിൽ ഉന്നയിച്ചിരുന്ന വാദങ്ങൾ കേട്ട് സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് വരെ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. എന്റെ 30 വർഷത്തെ അനുഭവസമ്പത്തിനേക്കാൾ മൂർച്ചയുണ്ടായിരുന്നു നിന്റെ യുക്തികൾക്ക്. അങ്ങനെയുള്ള നീ പെട്ടെന്നൊരു ദിവസം എല്ലാം ഉപേക്ഷിച്ചു കളഞ്ഞപ്പോൾ എനിക്ക് നഷ്ടപ്പെട്ടത് എന്റെ വലങ്കൈ മാത്രമല്ല, ഈ രാജ്യത്തിന് നഷ്ടപ്പെട്ടത് ഒരു മികച്ച നിയമജ്ഞനെയാണ്. അർജുൻ ദീർഘമായി ശ്വാസമെടുത്തു. ബാൽക്കണിയുടെ ജനലിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് അയാൾ പറഞ്ഞു, സാർ, നിങ്ങൾക്ക് ആ പഴയ ശിശുകൊലക്കേസ് ഓർമ്മയുണ്ടോ? ഒരു വലിയ വ്യവസായിയുടെ മകൻ പ്രതിയായ കേസ്.
നമ്മൾ രാത്രിയും പകലും അധ്വാനിച്ച് ഇരയ്ക്കു വേണ്ടി വാദിച്ചു, കുറ്റവാളിക്ക് പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുത്തു. നമ്മൾ ആ കേസ് ജയിച്ച ദിവസം ഞാൻ ഒരുപാട് സന്തോഷിച്ചു. നീതി നടപ്പിലായി എന്ന് ഞാൻ കരുതി. എന്നാൽ എന്താണ് സംഭവിച്ചത് സർ? കേസ് ജയിച്ച് കൃത്യം 3 മാസം കഴിഞ്ഞപ്പോൾ അയാൾ തന്റെ പണവും സ്വാധീനവും ഉപയോഗിച്ച് ഉയർന്ന കോടതികളിൽ നിന്നും ജാമ്യം നേടി പുറത്തിറങ്ങി. തൊട്ടടുത്ത വർഷം അയാൾ സമാനമായ മറ്റൊരു കുറ്റകൃത്യം കൂടി ആവർത്തിച്ചു. അന്നെന്റെ മനസ്സ് തകർന്നുപോയി സർ. അർജുന്റെ കണ്ണുകളിൽ പണ്ടെപ്പോഴോ ഉണ്ടായ ആ വലിയ മുറിവിന്റെ വേദന പ്രകടമായിരുന്നു. അയാൾ തുടർന്നു, ഞാൻ നിയമത്തെ സ്നേഹിച്ചത് നീതിക്ക് വേണ്ടിയാണ് സർ. എന്നാൽ പണവും അധികാരവും ഉള്ളവർക്ക് നിയമത്തിന്റെ ഏത് വലിയ കോട്ടയും തകർക്കാൻ കഴിയുമെന്ന് ഞാൻ തിരിച്ചറിഞ്ഞ നിമിഷം ഞാൻ ആ കറുത്ത കോട്ട അഴിച്ചുവെക്കാൻ തീരുമാനിച്ചു. എന്റെ ബുദ്ധി ഇനി ആർക്കും വേണ്ടി ഉപയോഗിക്കില്ല എന്ന് ഞാൻ പ്രതിജ്ഞയെടുത്തു. ജോർജ് മാത്യു ഒരു ദീർഘശ്വാസത്തോടെ അർജുന്റെ കൈകളിൽ തഴുകി. നിന്റെ ആദർശശുദ്ധി എനിക്ക് മനസ്സിലാകും സർ. പക്ഷേ ഇന്ന് നീ എന്തിനാണ് വീണ്ടും ആ കോട്ടണിഞ്ഞ് കോടതിയിൽ കയറിയത്? അർജുൻ സാവധാനം തിരിഞ്ഞു നടന്നുവരുന്ന റിയയെ നോക്കി. അവളുടെ മുഖത്ത് ഇപ്പോഴും ആ പഴയ പരിഭ്രമത്തിന്റെ നിഴലുകളുണ്ടായിരുന്നു. അർജുൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അന്ന് ഞാൻ തോറ്റുപോയത് ഒരപരിചിതനായ കുറ്റവാളിയുടെ മുന്നിലാണ് സർ. എന്നാൽ ഇന്ന് ചോദ്യം എന്റെ ഭാര്യയുടെ ആത്മാഭിമാനത്തിൻ്റേതായിരുന്നു. അവൾ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് എനിക്ക് 100% ഉറപ്പായിരുന്നു. അവളെ ഈ ലോകത്തിനു മുന്നിൽ നാണം കെടുത്താൻ വിട്ടുകൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല. എന്റെ നിശബ്ദത അവളുടെ ജീവിതം തകർക്കുമെങ്കിൽ ആ നിശബ്ദത വെടിയാൻ ഞാൻ ബാധ്യസ്ഥനാണ് സർ. അപ്പോഴേക്കും റിയയും സബ്യസാച്ചിയും അവർക്കരികിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. ജോർജ് മാത്യു എന്ന വലിയ മനുഷ്യന്റെ മുന്നിൽ തന്റെ ഭർത്താവ് ഇത്രയും ആത്മവിശ്വാസത്തോടെ സംസാരിക്കുന്നത് കണ്ട് റിയയുടെ കാൽമുട്ടുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. കോടതിയുടെ ആ വലിയ ഇടനാഴിയിൽ അപ്പോൾ വക്കീലന്മാരുടെയും അസിസ്റ്റന്റുമാരുടെയും ഒരു വലിയ ജനക്കൂട്ടം രൂപപ്പെട്ടിരുന്നു. എല്ലാവരുടെയും നോട്ടം ഒരേ ഒരു ദിശയിലേക്കായിരുന്നു. രാജ്യത്തെ ഏറ്റവും പ്രശസ്തനായ സീനിയർ അഡ്വക്കേറ്റ് ജോർജ് മാത്യുവിനു മുന്നിൽ തികച്ചും ശാന്തനായി നിൽക്കുന്ന അർജുൻ റായിലേക്ക്. വിധി പ്രസ്താവനയ്ക്ക് ശേഷം റിയയുടെ ഉള്ളിലുണ്ടായിരുന്ന ഭയമെല്ലാം മാറിയിരുന്നുവെങ്കിലും അവളുടെ മനസ്സ് ഇപ്പോൾ അതിനേക്കാൾ വലിയൊരു വിസ്മയത്തിന്റെ നടുവിലായിരുന്നു. തന്റെ ജൂനിയർ സബ്യസാചി ഭയഭക്തി ബഹുമാനങ്ങളോടെ ജോർജ് മാത്യുവിനെ നോക്കി നിൽക്കുന്നത് കണ്ട് റിയ സാവധാനം അവർക്കരികിലേക്ക് നടന്നുചെന്നു. ജോർജ് മാത്യു റിയയെ കണ്ടതും തന്റെ മുഖത്തെ ഗൗരവം മാറ്റി ഒരു പിതാവിന്റെ വാത്സല്യത്തോടെ പുഞ്ചിരിച്ചു. അദ്ദേഹം അർജുന്റെ തോളിൽ തട്ടിക്കൊണ്ട് റിയയോട് ചോദിച്ചു, അപ്പോൾ താങ്കളാണ് റിയ റായ്, കൊൽക്കത്ത ഹൈക്കോടതിയിൽ ചുരുങ്ങിയ കാലം കൊണ്ട് വലിയ പേരെടുത്ത സമർത്ഥയായ അഭിഭാഷക. പക്ഷെ എനിക്ക് ചോദിക്കാനുള്ളത് ഒന്നേയുള്ളൂ. താങ്കളുടെ കൂടെ ജീവിക്കുന്ന, താങ്കൾ ദിവസവും കാണുന്ന ഈ മനുഷ്യനെക്കുറിച്ച് യഥാർത്ഥത്തിൽ താങ്കൾക്ക് എന്തെങ്കിലും അറിയാമോ? റിയ ഒരു നിമിഷം വാക്കുകൾ കിട്ടാതെ തങ്ങി നിന്നു. അവളുടെ കൈകൾ ചെറുതായി വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവൾ തല താഴ്ത്തി വളരെ പതുക്കെ പറഞ്ഞു, ഇല്ല സർ, എനിക്കൊന്നും അറിയുമായിരുന്നില്ല. അദ്ദേഹം വെറുമൊരു സാധാരണക്കാരനാണെന്ന് മാത്രമേ ഞാൻ കരുതിയുള്ളൂ. ജോർജ് മാത്യു ഒരു ചെറിയ ചിരിയോടെ ചുറ്റും നിന്ന അഭിഭാഷകരിലേക്ക് തിരിഞ്ഞു. അദ്ദേഹത്തിന്റെ ശബ്ദം ആ ഇടനാഴിയിൽ വ്യക്തമായി കേൾക്കാമായിരുന്നു. വർഷം 1998. ഞാൻ ഇന്ത്യയിലെ ഏറ്റവും സങ്കീർണവുമായ ഒരു അന്താരാഷ്ട്ര പരിസ്ഥിതി മലിനീകരണ കേസ് വാദിക്കുകയായിരുന്നു. എതിർഭാഗത്ത് 20ഓളം വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ലോക പ്രശസ്തരായ വക്കീലന്മാരുടെ വലിയൊരു നിര തന്നെയുണ്ടായിരുന്നു. ആ കേസിൽ ഞാൻ പൂർണ്ണമായും തോൽവി സമ്മതിക്കാനിരുന്ന ഒരു രാത്രിയിലാണ് ഡൽഹിയിലെ എന്റെ ഓഫീസിലേക്ക് വെറുമൊരു ഇന്റേണായി ഈ അർജുൻ റായ് കടന്നുവരുന്നത്. വലിയ കുടുംബപേരോ ശുപാർശകളോ ഒന്നും അവനുണ്ടായിരുന്നില്ല. എന്നാൽ ആദ്യത്തെ ദിവസം തന്നെ ആ കേസിലെ ആയിരക്കണക്കിന് ഫയലുകൾക്കിടയിൽ നിന്ന് എതിർഭാഗം വരുത്തിയ ഒരു ചെറിയ നിയമപരമായ പിഴവ് ഈ ചെറുപ്പക്കാരൻ എനിക്ക് ചൂണ്ടിക്കാണിച്ചു തന്നു. ആ ഒറ്റ പോയിന്റിന്റെ ബലത്തിലാണ് ഞാൻ അന്ന് ആ വലിയ കേസ് ജയിച്ചത്. അദ്ദേഹം ഒരു നിമിഷം നിർത്തി അർജുനെ നോക്കി. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ ഇപ്പോഴും ആ പഴയ ജൂനിയറോടുള്ള വലിയ ബഹുമാനമുണ്ടായിരുന്നു. അതിനുശേഷം നീണ്ട 7 വർഷങ്ങൾ അവൻ എന്റെ വലം കൈയായിരുന്നു. ഞാൻ വാദിച്ച എല്ലാ വലിയ കേസുകളുടെയും പിന്നിലെ യഥാർത്ഥ ബുദ്ധി അർജുന്റേതായിരുന്നു. സുപ്രീം കോടതിയിലെ വലിയ വക്കീലന്മാർ പോലും അവന്റെ ഡയറിയിലെ കുറിപ്പുകൾക്കായി കാത്തുനിൽക്കുമായിരുന്നു. എന്നാൽ 2005 ഒരു പുലർച്ചയെ ആർക്കും മനസ്സിലാകാത്ത ഒരു കത്തു മാത്രം മേശപ്പുറത്തുവെച്ച് അവൻ അപ്രത്യക്ഷനായി. നീണ്ട 15 വർഷത്തിനു ശേഷം ഇന്ന് ഈ കോടതി മുറിയിൽ വെച്ചാണ് ഞാൻ മനസ്സിലാക്കുന്നത്, എന്റെ കൈകളിൽ നിന്ന് നഷ്ടപ്പെട്ടുപോയ ആ അപൂർവ രത്നം ഒരിടത്തും പോയിട്ടുണ്ടായിരുന്നില്ല.
അത് ഈ ജോധ്പൂർ പാർക്കിലെ ഒരു ചെറിയ ഫ്ളാറ്റിനുള്ളിൽ തന്റെ പ്രിയപ്പെട്ടവൾക്കു വേണ്ടി സ്വന്തം വെളിച്ചമെല്ലാം മറച്ചുവെച്ച് ധൂളികൾക്കിടയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. ജോർജ് മാത്യുവിന്റെ വാക്കുകൾ കേട്ട് റിയയുടെ കണ്ണുകളിൽ നിന്ന് വീണ്ടും കണ്ണുനീരൊഴുകി. അവൾ സാവധാനം അർജുന്റെ മുഖത്തേക്ക് നോക്കി. അയാൾ ഇപ്പോഴും യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ ദൂരെ ജനാലയ്ക്കപ്പുറമുള്ള ആകാശത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. തന്റെ വീടിന്റെ അടുക്കളയിൽ സദാസമയവും പുകമറയ്ക്കുള്ളിൽ കണ്ടിരുന്ന ആ മനുഷ്യൻ യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ നിയമലോകം മുഴുവൻ ആദരിക്കുന്ന ഒരു വലിയ കടലായിരുന്നു എന്ന് അവൾ തിരിച്ചറിഞ്ഞു. താൻ എത്ര തവണ അയാളെ ബേക്കർ എന്നും ജോലിയില്ലാത്തവനെന്നും വിളിച്ച് ആക്ഷേപിച്ചിരിക്കുന്നു. എന്നിട്ടും അയാൾ ഒരു വാക്കുപോലും എതിർത്തു പറയാതെ പുഞ്ചിരിയോടെ തനിക്ക് കോഫിയിട്ട് തരികയായിരുന്നു. ആ ഓർമ്മകൾ റിയയുടെ ഉള്ളിൽ വലിയൊരു കുറ്റബോധം നിറച്ചു. അന്ന് വൈകുന്നേരം ജോധ്പൂർ പാർക്കിലെ ആ ചെറിയ ഫ്ളാറ്റിലേക്ക് തിരിച്ചെത്തിയപ്പോൾ അന്തരീക്ഷം തികച്ചും ശാന്തമായിരുന്നു. പുറത്ത് കൊൽക്കത്തയുടെ പരിചിതമായ സായാഹ്നം വന്നെത്തിയിരുന്നു. ദൂരെ ട്രാമുകളുടെ ശബ്ദവും വാഹനങ്ങളുടെ ഹോൺ മുഴക്കങ്ങളും കേൾക്കാമായിരുന്നു. റിയ ഹാളിലെ പ്രധാന വാതിൽ സാവധാനം അടച്ചു. അവൾ അർജുന്റെ മുന്നിലേക്ക് വന്നു നിന്നു. അവളുടെ കണ്ണുകളിൽ ഇപ്പോൾ പഴയ ദേഷ്യമോ അധികാരമോ ഇല്ലായിരുന്നു. പകരം ഒരു വലിയ ആദരവും പ്രണയവും മാത്രമായിരുന്നു. "അർജുൻ, ഇന്ന് നിനക്ക് എന്നോട് എല്ലാം പറയേണ്ടി വരും. ഇത്രയും വലിയൊരു ഭൂതകാലമുണ്ടായിട്ടും ഇന്ത്യയിലെ ഏറ്റവും വലിയ വക്കീലിന്റെ വലംകൈയായിരുന്നിട്ടും നീ എന്നിൽ നിന്ന് പോലും ഇതെല്ലാം ഒളിച്ചുവെച്ചത് എന്തിനാണ്? എന്തിനാണ് ഒരു മുറിക്കുള്ളിൽ നിന്റെ ജീവിതം നീ ഹോമിച്ചു കളഞ്ഞത്?" റിയയുടെ ശബ്ദം ഇടറിയിരുന്നു. അർജുൻ സാവധാനം അടുക്കളയിലേക്ക് നടന്നു. അയാൾ പതിവ് പോലെ 2 കപ്പ് കോഫി തയ്യാറാക്കി ലിവിംഗ് റൂമിലെ ചെറിയ മേശപ്പുറത്ത് വെച്ചു. സോഫയിലിരുന്ന് 1 കപ്പ് കോഫി കയ്യിലെടുത്തുകൊണ്ട് അയാൾ പറഞ്ഞു, "റിയ, ഞാൻ പറഞ്ഞല്ലോ, നിയമം എനിക്ക് നീതി നടപ്പാക്കാനുള്ള ഒരു മാർഗമായിരുന്നു. എന്നാൽ എന്റെ ഒരു തെറ്റായ വാദം കാരണം ഒരു കുറ്റവാളി രക്ഷപ്പെടുകയും അവൻ പുറത്തിറങ്ങി മറ്റൊരു നിരപരാധിയുടെ കുടുംബം തകർക്കുകയും ചെയ്തപ്പോൾ എനിക്ക് എന്നോട് തന്നെ ക്ഷമിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ കോടതികളിൽ നിന്നും നിയമത്തിൽ നിന്നും ഓടിയൊളിച്ചതല്ല, എന്റെ ഉള്ളിലെ കുറ്റബോധത്തിൽ നിന്ന് ഒളിച്ചോടിയതാണ്. പക്ഷേ അത് നിന്റെ മാത്രം തെറ്റല്ലല്ലോ അർജുൻ, വ്യവസ്ഥിതിയുടെ ചതിയല്ലേ?" റിയ അവന്റെ കൈകളിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. "ആകാം റിയ," അർജുൻ ശാന്തമായി തുടർന്നു. "പക്ഷേ ആ സംഭവത്തിനു ശേഷം എനിക്ക് മനസ്സിലായി, കോടതി മുറികളിലെ വക്കീൽ കോട്ടിനേക്കാൾ എനിക്ക് സമാധാനം നൽകുന്നത് എന്റെ ഈ ചെറിയ ലോകമാണെന്ന്. ഞാൻ നിന്നോടിത് പറയാതിരുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. നീ നിയമത്തെ അതിയായി സ്നേഹിക്കുന്നവളാണ്. വളരെ ആഗ്രഹിച്ചാണ് നീ ഒരു അഭിഭാഷകയായത്. ഞാൻ എന്റെ ഭൂതകാലം നിന്നോട് പറഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ ഈ ചെറിയ ഫ്ളാറ്റിലും വക്കീലന്മാരുടെ വലിയ വാദപ്രതിവാദങ്ങളും മത്സരങ്ങളും കടന്നുവന്നേനെ. നീ ഒരു വലിയ വക്കീലിന്റെ ഭാര്യയായി ജീവിക്കുന്നതിനേക്കാൾ നീ എന്റെ റിയ മാത്രമായിരിക്കാനാണ് ഞാൻ ആഗ്രഹിച്ചത്. നമ്മുടെ ബന്ധത്തിൽ ഒരിക്കലും ഒരു പ്രൊഫഷണൽ താരതമ്യം ഉണ്ടാകരുതെന്ന് എനിക്കുണ്ടായിരുന്നു." റിയ അർജുന്റെ കൈകളിൽ തന്റെ മുഖം അമർത്തി ഏറെ നേരം കരഞ്ഞു. അവൾ പറഞ്ഞു, "എനിക്ക് മാപ്പ് തരൂ അർജുൻ. ഞാൻ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. നിന്റെ നിശബ്ദതയെ ഞാൻ നിന്റെ ബലഹീനതയായിട്ടാണ് കണ്ടത്." അർജുൻ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് പുഞ്ചിരിച്ചു. "സാരമില്ല റിയ, എനിക്ക് നിന്നോട് യാതൊരു പരിഭവവുമില്ല. നിന്റെ കരിയർ തകരും എന്ന അവസ്ഥ വന്നപ്പോൾ മാത്രമാണ് എനിക്കെന്റെ പ്രതിജ്ഞ മാറ്റിവെക്കേണ്ടി വന്നത്." ആ സംഭവത്തിന് ശേഷം കൃത്യം 3 മാസങ്ങൾ കടന്നുപോയി. ജോധ്പൂർ പാർക്കിലെ ആ പഴയ ഫ്ളാറ്റിനു മുന്നിലേക്ക് വീണ്ടും ജോർജ് മാത്യുവിന്റെ ആ വലിയ കറുത്ത ഔദ്യോഗിക കാർ വന്നു നിന്നു. ഡ്രൈവർ വാതിൽ തുറന്നുകൊടുത്തതും അദ്ദേഹം വളരെ ഉത്സാഹത്തോടെ പടികൾ കയറി മുകളിൽ ചെന്നു. കോളിംഗ് ബെൽ മുഴങ്ങിയപ്പോൾ അർജുൻ തന്നെയാണ് വാതിൽ തുറന്നത്. "വരൂ സർ, സ്വാഗതം." അർജുൻ അദ്ദേഹത്തെ അകത്തേക്ക് ക്ഷണിച്ചു. ഹാളിലേക്ക് കയറിയ ജോർജ് മാത്യു കണ്ടത് വലിയൊരു മാറ്റമായിരുന്നു. ലിവിംഗ് റൂമിന്റെ ഒരു കോണിലെ വലിയ മേശപ്പുറത്ത് ഇപ്പോൾ റിയയുടെ ഫയലുകൾ മാത്രമല്ല, ധാരാളം പുതിയ നിയമപുസ്തകങ്ങളും ഒരു വലിയ ലാപ്ടോപ്പും ഉണ്ടായിരുന്നു. അർജുനും റിയയും ഒരുമിച്ച് ഏതോ ഒരു വലിയ കേസിന്റെ പഠനത്തിലായിരുന്നു. അത് കണ്ട ജോർജ് മാത്യുവിന്റെ മുഖത്ത് വലിയൊരു തൃപ്തികരമായ പുഞ്ചിരി വിരിഞ്ഞു. "കാണാൻ ആഗ്രഹിച്ച കാഴ്ച തന്നെയാണിത്. അർജുൻ, നീ വീണ്ടും നിന്റെ മൂർച്ചയേറിയ ബുദ്ധി ഉപയോഗിക്കാൻ തുടങ്ങിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്." ജോർജ് മാത്യു സോഫയിലിരുന്ന് തന്റെ ബ്രീഫ് കേസിൽ നിന്ന് കട്ടിയുള്ള ഒരു പുതിയ ഫയൽ പുറത്തെടുത്തു. സുപ്രീം കോടതിയിൽ വലിയൊരു പൊതുതാൽപര്യ ഹർജി വന്നിട്ടുണ്ട്. ഒരു വലിയ മൾട്ടിനാഷണൽ കമ്പനി കാരണം ലക്ഷക്കണക്കിന് സാധാരണക്കാരുടെ കുടിവെള്ളം മലിനമാകുന്ന ഒരു കേസാണിത്. അവരുടെ ഭാഗത്ത് വലിയ സ്വാധീനങ്ങളുണ്ട്. ഈ കേസിൽ ഞാൻ ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ പോകുകയാണ്. പക്ഷേ എനിക്ക് ഒറ്റയ്ക്ക് ഇത് ജയിക്കാൻ കഴിയില്ല അർജുൻ. ഈ യുദ്ധത്തിൽ നീ എന്റെ കൂടെ ഉണ്ടാകണം. അർജുൻ ആ ഫയൽ വാങ്ങി സാവധാനം താളുകൾ മറിച്ചു നോക്കി.
ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അയാളുടെ കണ്ണുകൾ ഒരു പ്രത്യേക പേജിൽ തങ്ങി നിന്നു. അയാൾ പറഞ്ഞു, സർ, ഈ ഫയലിൽ ഒരു വലിയ നിയമപരമായ ലൂപ്പ് ഹോൾ ഉണ്ട്. 14-ാം വകുപ്പിലെ അന്താരാഷ്ട്ര പരിസ്ഥിതി കരാറും നമ്മുടെ ഇന്ത്യൻ മാരിടൈം നിയമവും തമ്മിൽ ഇവിടെ ഒരു നേരിട്ടുള്ള വൈരുദ്ധ്യമുണ്ട്. എതിർഭാഗം ഈ പോയിന്റ് ഉപയോഗിച്ചാണ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്. ജോർജ് മാത്യു തന്റെ കസേരയിൽ അത്യന്തം ആവേശത്തോടെ മുന്നോട്ടാഞ്ഞിരുന്നു. കൃത്യം, ഞാൻ പറഞ്ഞില്ലേ, നിന്റെ ഈ കണ്ണിനാണ് ഞാൻ ഇത്രയും കാലം കാത്തിരുന്നത്. നീ ഈ കേസിന്റെ ലീഗൽ സ്ട്രാറ്റജി എനിക്ക് തയ്യാറാക്കി തരണം. അർജുൻ കുറച്ചുനേരം ആലോചിച്ച ശേഷം പറഞ്ഞു, സർ, ഞാൻ മുൻപത്തെ പോലെ ദിവസവും കോടതി മുറികളിലേക്ക് വരില്ല. പക്ഷേ ഈ വീടിന്റെ കോണിലിരുന്ന് നിങ്ങൾക്കും റിയയ്ക്കും വേണ്ട എല്ലാ വലിയ കേസുകളുടെയും തന്ത്രങ്ങളും വാദങ്ങളും ഞാൻ കൃത്യമായി രൂപപ്പെടുത്തി നൽകാം. പണത്തിനു മുന്നിൽ നീതി തോറ്റുപോകാതിരിക്കാൻ എന്റെ ഈ ബുദ്ധി ഇനി ഞാൻ ഉപയോഗിക്കാം. അതുമതി അർജുൻ. ഈ രാജ്യത്തെ ഏറ്റവും മികച്ച നിയമമസ്തിഷ്കം വീണ്ടും സക്രിയമായിരിക്കുന്നു എന്നത് തന്നെയാണ് എനിക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ വിജയം. ജോർജ് മാത്യു ആനന്ദത്തോടെ പറഞ്ഞു. ബാൽക്കണിയുടെ വാതിലിന്റെ അടുത്തുനിന്ന് റിയ അവരുടെ സംഭാഷണം കേൾക്കുന്നുണ്ടായിരുന്നു. അവളുടെ കണ്ണുകളിൽ ഇപ്പോൾ അർജുനോടുള്ള അനന്തമായ ബഹുമാനവും പ്രണയവും നിറഞ്ഞിരുന്നു. ജനലിനു പുറത്തെ കൊൽക്കത്ത നഗരം പതുക്കെ ഉറക്കത്തിലേക്ക് നീങ്ങുകയായിരുന്നു. അയൽപക്കത്തെ സുമിത്രാ ദേവിമാർ ഒരുപക്ഷെ ഇപ്പോഴും ചിന്തിക്കുന്നുണ്ടാകാം, വക്കീൽ ഭാര്യയുടെ വരുമാനത്തിൽ ജീവിക്കുന്ന ഒരു വെറും ബേക്കർ ഭർത്താവാണ് അർജുനെന്ന്. എന്നാൽ ആ ചെറിയ ഫ്ളാറ്റിന്റെ 4 ചുവരുകൾക്കുള്ളിലാണ് ഇനി ഈ രാജ്യത്തെ ഏറ്റവും വലിയ കോടതി വിധികൾ നിർണയിക്കപ്പെടാൻ പോകുന്നതെന്ന് അവർ ഒരിക്കലും അറിയാൻ പോകുന്നില്ല. എല്ലാ കൊടുങ്കാറ്റുകളും വലിയ ശബ്ദത്തോടെ അല്ല വരുന്നത്. ചില കൊടുങ്കാറ്റുകൾ തികച്ചും നിശബ്ദമായി വന്ന് ശാന്തമായി ചരിത്രം തന്നെ തിരുത്തിക്കുറിക്കും.